ഹായ് എല്ലാവർക്കും രാവിലെ നല്ലൊരു ഗുഡ് മോർണിംഗ്. നമ്മൾ ഔറംഗാബാദിൽ നമ്മുടെ റൂമിലാണ് ഇപ്പോൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് ഞങ്ങളുടെ ടൂറിൻ്റെ ആരംഭം 10 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് പുറപ്പെട്ട് അജന്ത എല്ലോറൊക്കെയാണ് ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത 10 മണിയാകുമ്പോൾ നമ്മൾ പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടൂറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ വലിയ വ്ളോഗറൊന്നും അല്ല, എങ്കിലും ഒരു ചെറുതായ രീതിയിൽ ഞങ്ങൾ ഇവിടെ കാണാൻ വന്നപ്പോൾ എന്തായാലും അതൊരു നിങ്ങളെയും കൂടെയൊക്കെ കാണിക്കാമെന്നുള്ള ഒരു ഇതിലാണ്, ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് അതെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. അതായത് ഇഡ്ഡലിയും പിന്നെ ഉപ്പുമാവ്, ആലു പൊറോട്ട, മുട്ട, ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങളത് കാണിക്കാൻ പറ്റില്ല, റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് വീഡിയോ എടുത്തില്ല. അപ്പം എന്തായാലും നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഔറംഗാബാദിലുള്ള താജ്മഹൽ, മിനി താജ്മഹൽ കാണാൻ വന്നിരിക്കുന്നത്. പിറകിലാണ് മിനി താജ്മഹൽ കാണാമല്ലോ അല്ലേ? മിനി താജ്മഹൽ ഫ്രം ഔറംഗാബാദ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നത്. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഔറംഗസീബാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് കൂടുതൽ വിശാലമായിട്ട് കാണാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. നമ്മളുള്ളത് ദീപിക മക്ബറ എന്ന് പറയുന്ന സ്ഥലം. അതായത് മുഗൾ ചക്രവർത്തിമാരുടെ നിർമ്മിതികളെല്ലാം വ്യത്യസ്തമാണ്. കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ട്, അതായത് ആ കൺസെപ്റ്റ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് ജഹാംഗീർ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ, അവളുടെ പിതാക്കന്മാർ, അതുപോലെ തന്നെ ഉമ്മമാർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു താജ്മഹൽ ആദ്യമേ ആഗ്രയിലുണ്ട്. ഇത്തിമാദ് ദൗല എന്ന അതിൻ്റെ പേര്. നമ്മുടെ നിലവിലുള്ള താജ്മഹലിൽ ഒരു 5 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. പിന്നീട് അത് കണ്ടാണ് ഷാജഹാൻ ഫുൾ മാർബിൾ കൊണ്ട് താജ്മഹൽ നിർമ്മിച്ചത്. അത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഔറംഗസീബ് ചക്രവർത്തിയുടെ മകൻ അസിം ഷാ എന്ന് പറയുന്ന വ്യക്തി ഈ ഔറംഗസീബിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. അതായത് ആ കാലഘട്ടത്തിൽ ഇവരുടെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന സ്വത്ത് ഉപയോഗിച്ച് അത് വെച്ചാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചത്. പിന്നീട് ഛത്രപതിയുടെ കാലഘട്ടം വരെയാണ്. ഇതാണ് മിനി താജ്മഹൽ. ഔറംഗസീബിൻ്റെ മകൻ പണി കഴിപ്പിച്ചതാണ് ഗൈഡ് പറയുന്നത്. അപ്പം ഈ താജ്മഹലിൻ്റെ ഒരു രൂപമാണ് പിന്നെ മാർബിളിൽ ആഗ്രയിൽ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്.
ഒരു ദർഗ നേരത്തെ കാണാൻ ദർഗയുണ്ട്. വലിയ ആർക്കിടെക്ട്സാണ്. നമ്മൾ ഷാജഹാൻ്റെ മകൻ ഔറംഗസീബിൻ്റെ മകൻ പറയണത് നമുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നൂറ്റാണ്ടിൽ അപ്പൊ ഏകദേശം 1200 വർഷമായി. യാദവ് എന്ന് പറയുന്ന സമൂഹമാണ് ആ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി, അതായത് ഖിൽജി ഡൽഹി സുൽത്താനേറ്റ് ഖിൽജി വംശം ഉണ്ടല്ലോ, അതിൽ അലാവുദ്ദീൻ ഖിൽജി കീഴടക്കുന്നത് വരെ മറ്റൊരാൾക്കും ഈ ഒരു കൊട്ടാരത്തെ തകർക്കാനോ അതല്ലെങ്കിൽ കീഴടക്കാനോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വലിയ എൻട്രിയും ഒന്നാണ്, എക്സിറ്റും ഒന്നാണ് ഇതിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുറമെ നിന്ന് വരുന്ന ആളുകളെ വഴി വിടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള കമാനുകൾ ഉണ്ടാക്കി. അതിന് വൃത്തിയുള്ള, അതായത് വർക്കുകളുള്ള കമാനുകളിലൂടെ ആളുകൾ തെറ്റിദ്ധരിച്ച് പടയാളികൾ കയറി പോകും. പക്ഷെ അവർ നേരെ ചെന്ന് പോകുന്നത് ഒരു ട്രാക്കിലായിരിക്കും. എന്നാൽ ഇതിന് വൃത്തിയില്ലാത്ത, പണികളൊന്നുമില്ലാത്ത നോർമൽ ആയിട്ടുള്ള കവാടങ്ങളുണ്ട്. അതാണ് ശരിക്കുള്ള. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലും ആളുകൾ മുഴുവൻ ട്രാക്കിൽ പെടും, അവരേക്ക് മുതലകൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ പോയാൽ മതിയെന്നാണ്. ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫോർട്ടാണ്. പക്ഷെ കയറി ചെല്ലാൻ കഴിയാവുന്ന ആളുകൾ മാത്രം കയറിയാൽ മതി. കുറേ നടക്കാനുണ്ട്, സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട്. അതൊക്കെ കഴിയാവുന്ന ആളുകൾ കയറിയാൽ മതി. ഇത് ഈ കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കുത്തായിട്ടുള്ള ഒരു പാറയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ആ പാറ ഇങ്ങ് കട്ട് ചെയ്ത് കളയും. പിന്നെ ഒരാൾക്കും അങ്ങോട്ടകത്തേക്ക് ഈ ഒരു എൻട്രിയിലൂടെ എല്ലാവരും കയറി പോകാൻ പറ്റാത്ത രൂപത്തിലാണ്. പിന്നീട് ഔറംഗസീബ് ചക്രവർത്തിയാണ് ഇവിടെ ഭരണം നടത്തിയത്. 365 ടെമ്പിളുകൾ ഇതിനകത്ത്.
നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഔറംഗസീബ് ചക്രവർത്തി അമ്പലങ്ങൾ പൊളിക്കുന്ന വ്യക്തിയായിട്ടാണ്. അദ്ദേഹം 30 വർഷത്തോളം ഇവിടെ ഭരണം നടത്തിയത്. അങ്ങനെ അമ്പലങ്ങൾ പൊളിക്കുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ ആദ്യം പൊളിക്കേണ്ട അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ അകത്തുള്ള ടെമ്പിളുകളായിരുന്നു. അപ്പോൾ പൊളിച്ച ടെമ്പിളുകളൊക്കെ എന്തായിരുന്നതാണ്? അദ്ദേഹം പള്ളികളും പൊളിച്ചിട്ടുണ്ട്, ടെമ്പിളുകളും പൊളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ ആരാധന നടത്താനുള്ളതാണ്. അവിടെ ആരാധന നടത്തുന്നില്ല എങ്കിൽ അവിടെ അരാജകത്വം വളരുന്നതാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. പിന്നെ രാഷ്ട്രീയമായിരുന്നു കംപ്ലീറ്റ്. എന്നാലും ഔറംഗസീബ് 30 വർഷം ഭരണം നടത്തിയിട്ട് പിന്നെ ഡൽഹി സുൽത്താനേറ്റൊക്കെ ഭരണം നടത്തിയ ഒരു പ്രദേശമാണ് ദൗലത്താബാദ്. 1700 സംതിങ്ങിലാണ് ഭരണം നടക്കുന്നത്. 1700 ആ കാലഘട്ടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് അക്ബർ ഭരണം നടത്തുന്നത്. അതിനുശേഷം ജഹാംഗീർ വന്നു, പിന്നെ ഷാജഹാൻ വന്നതിന് ശേഷമാണ് ഔറംഗസീബ്. ഔറംഗസീബിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അതെ അതെ. ഡോറൻകാബാദ് ഫോർട്ട്. ഇങ്ങനെ നടത്ത് കാണുമ്പോഴേ napkin వేసుకొని ఇది కలిసిన నాకు బాగానే ఉంది చున్నీ పెద్ద పెద్దగా ఉంటాయి టవల్స్ ఇది ఒక ఎంట్రన్స్ రహస్య ప్లేసులు ఉంటాయి అంతా రహస్యం చిత్రగుడిలో దూరం నుంచి చూస్తారా రహస్యం ప్లేస్ నుంచి యుద్ధాలకు వస్తారు కదా శత్రువులు ഇതെല്ലാം മലകൾ തുരന്ന് പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പൊ ചവിട്ടി കൊന്നാണ് നിന്നെ.
ഗുഹാക്ഷേത്രം. അങ്ങനെ എല്ലോറ ഗുഹാക്ഷേത്രത്തിൽ നമ്മൾ പല അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ട് അതുകൊണ്ട് അത് കൊത്തി ഫിനിഷ് ചെയ്തില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്തൊരു ഭാഗത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത് കുറച്ച് മേളിലോട്ട് കയറിയിട്ട് അടുത്തത് കാണിച്ചു തരാം. അതിനകത്ത് കയറാം. ഇത് കൊള്ളയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ശിവക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠ. ായിട്ടുള്ള ഗുഹാക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോലായ ശിവലിംഗത്തിൽ തൊട്ട് നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അകത്ത് കയറി ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിവിടെ അമ്മേൻ്റെ പ്രാർത്ഥിച്ചു. വളരെ സന്തോഷം. ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്.